ശ്രീകൃഷ്ണൻ പറഞ്ഞു. യോഗാഭ്യാസത്തിലൂടെ നിയന്ത്രിക്കപ്പെട്ട മനസ്സ് പൂർണ്ണമായ ശാന്തതയിലെത്തുമ്പോൾ ആത്മാവിനെ ആത്മാവിലൂടെ തന്നെ കണ്ടു. മനുഷ്യൻ ആത്മാനന്ദം അനുഭവിക്കുന്നു. ഇന്ദ്രിയങ്ങളെ അതിക്രമിക്കുന്ന ബുദ്ധിയിലൂടെ അനുഭവിക്കാവുന്ന പരമാനന്ദമാണതു. ഈ അവസ്ഥയിൽ സ്ഥിരനായവൻ സത്യത്തിൽ നിന്ന് വഴുതിപ്പോകുന്നില്ല. ഇത് നേടിയവൻ ഇതിലും വലിയൊരു ലാഭമില്ലെന്നറിയുന്നു. ഈ അവസ്ഥയിൽ സ്ഥാപിതനായവൻ വലിയ ദുഃഖങ്ങൾ വന്നാലും കുലുങ്ങുന്നില്ല. ദുഃഖബന്ധത്തിൽ നിന്ന് പൂർണ്ണ മോചനം നൽകുന്ന ഈ അവസ്ഥക്കാണ് യോഗം എന്നു പറയുന്നത്. അത് ദൃഢനിശ്ചയത്തോടും വിശ്വാസത്തോടും കൂടി അഭ്യസിക്കണം. മനസ്സ് പൂർണ്ണമായി ശാന്തമായാൽ ആത്മാനന്ദം അനുഭവിക്കാം. ഈ ആനന്ദം പുറംലോകത്തിൽ നിന്നല്ല, അകത്തുനിന്നാണ്. ഇതറിയുന്നവനെ ദുഃഖം പോലും തളർത്തില്ല. ഇതാണ് യഥാർത്ഥ യോഗം. ലോകസുഖങ്ങൾ വരുമ്പോകും, പക്ഷേ ആത്മാനന്ദം സ്ഥിരമാണ്. അകത്തുനിന്നുള്ള സന്തോഷം ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ലഘൂകരിക്കും. യഥാർത്ഥ വിജയം ബാഹ്യ നേട്ടമല്ല, അന്തര സ്വാതന്ത്ര്യമാണ്. ദുഃഖത്തിൽ നിന്ന് മോചനം യോഗത്തിന്റെ ഏറ്റവും വലിയ വരമാണ്.